ഹലോ. ഹലോ. വാവേ, എന്തോയി? കുട്ടി ഉറക്കത്തിലാണോ? അല്ലല്ലോ. അല്ലേ? അല്ല. സ്കൂളൊക്കെ അടച്ചോണ്ട് ചോദിച്ചതാ. എന്തിനാ ഈ ചിരിച്ചേ? ചുമ്മാ ചിരിച്ചതാ. പറയടോ. അതിനാരാ സ്കൂളിൽ പോണേ? താന് പിന്നാരാ? ഞാനോ? ആ. നിങ്ങൾ ഇനീറ്റ ഉറക്കത്തീന്ന്? ഉറക്കപ്പിച്ചൊന്നല്ലല്ലോ? അതൊന്നല്ല. അതേ, പിന്നെ ഭിത്തിയിലൊക്കെ നല്ല സൂപ്പർ പടം വരച്ച് വെച്ചിരിക്കുന്നു പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. അതിണ്ട്. എന്റെ കലാവിരുദ്ധൊക്കെയാണ് നിങ്ങൾ കാണിച്ചതല്ലേ. അല്ലാണ്ട് ഭിത്തി കലാവിരുന്ന് കാണിക്കല്ലേ മോളെ. ഞാൻ റൂമിലാ വരച്ച. ബുക്കും പെൻസിലൊക്കെ വാങ്ങിത്തരാം കേട്ടോ. അതൊന്നും വേണ്ട. നല്ല ഭംഗിയുണ്ടല്ലോ. കൊച്ചു കുട്ടികളെക്കാട്ടി കഷ്ടമാ. അയ്യടാ. വളർന്നൊന്നും ഇതുവരെ ഒരു ബോധം വന്നിട്ടില്ലല്ലേ? എന്നെ വല്ലാണ്ട് പച്ചാക്കല്ലേ. നല്ല രസമുണ്ട് കാണാൻ. രസമൊക്കെ ഉണ്ട്. ബുക്കിൽ വരച്ചാ പോരായിരുന്നോ എന്നാ ചോദിച്ചത്. ബുക്കി വരച്ചാലെങ്ങനെ? എനിക്ക് എന്റെ റൂമിൽ വരക്കണം തോന്നി ഞാൻ വരച്ചു. അതിനുള്ളത് എനിക്ക് കിട്ടി. എന്ത്? നോട്ടീസ്. അതെന്താന്നറിയോ? അവിടെ പെയിന്റൊക്കെ ഇരിക്കണുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് കറക്കി നോക്കിയതാ. കറക്റ്റ്. എനക്ക് വയ്യ. അല്ല, ഉമ്മ എന്താ പറഞ്ഞേ? ഉമ്മ പറഞ്ഞേ ഇവിടെയൊക്കെ നല്ല സൂപ്പർ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, വന്ന് കണ്ടാ മതി. താങ്ക് യു. അല്ല, ഉറക്കമൊക്കെ കഴിഞ്ഞേ? ഉറക്കൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇനിയിപ്പോ അവധിയല്ലേ, ഒരു ട്രിപ്പൊക്കെ പൊക്കൂടെ? നിങ്ങളിവിടെ ഇല്ലല്ലോ എന്നെ കൊണ്ടാവാൻ. അത് സാരമില്ല, ഒറ്റയ്ക്ക് പോയാൽ മതി. ഒറ്റക്ക് പോണ എനിക്ക് ഇഷ്ടമല്ല. അതുവരെ കുറച്ച് സമാധാനം കിട്ടൂടോ. അയ്യടാ, പോണുണ്ടെങ്കിലേ ഞാൻ നിങ്ങൾ തന്നിട്ടേ പോവുള്ളൂ. വേറെ ആരോട്ടും പോത്തില്ല? വേറെ ആരോട്ടും പോവില്ലെന്ന് പറയാനൊന്നും പറ്റൂല. പിന്നെ പറഞ്ഞു. ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ടെന്നാ പോവുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്ന ആര് വിളിച്ചാലും പോവുന്നല്ലേ? എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ ഞാൻ പോവും, പിന്നെ ഉമ്മാനിട്ട് പോവും, എന്റെ ഫാമിലിനിട്ട് പോവും. അപ്പൊ ചുരുക്കം പറഞ്ഞ എല്ലാരുമായിട്ട് എല്ലായിടത്തും പോവും. എല്ലാരിട്ടും പോണത് നല്ലതല്ല ആക്കോയി. ആക്കോയി. ചാക്കോനിട്ട് പണി തരാതിരുന്നാ മതി മോള്. കേട്ടാ? ഞാൻ എന്ത് തരാൻ നിങ്ങക്ക് പണിയായിട്ട്? മൊത്തം പണിയാ തരുന്നത്. ഞാൻ എന്ത് പണി വന്നു? പാവം കുട്ടിയല്ലേ ഞാൻ. പിന്നെ എന്റെ കൊച്ചു കുട്ടിയല്ലേ. ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോ സ്കൂളിൽ കൊണ്ടാക്കണം, പുതിയ ബാഗ് മേടിക്കണം. പിന്നെ ബാഗൊക്കെ മേടിക്കാൻ എന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടതാ. അതിന്റെ തിടുക്കത്തിലല്ലേ? അതിങ്ങോട്ട് വരട്ടെ എന്നുള്ള തിടുക്കത്തിരിക്കുക. വെറുതെ. അതൊന്നും സാരില്ലേ, ബാഗ് മേടിക്കാനൊക്കെ ക്യാഷ് തരാം. എനിക്കൊന്നും വേണ്ട. എന്റേതല്ലേ, അതുകൊണ്ട് തന്നാലും കുഴപ്പമൊന്നുമില്ല. അത് എനിക്ക് തന്നെ തിരിച്ചു കിട്ടുമല്ലോ. അതുകൊണ്ട് സാരില്ല, വാങ്ങി തരാട്ടോ. ബാഗ് വേണ്ടാട്ടോ. അല്ലടോ, എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകുന്നില്ലയോ എന്ന് ചോദിക്കാനാ വിളിച്ചേ ഞാൻ. അല്ലെങ്കിലേ ഞാൻ എവിടേക്കെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞാല് അപ്പൊ ബഹളം വെക്കണ ആളാ. എന്താ ഞാൻ പറഞ്ഞെന്നറിയോ ഇങ്ങനെ? അതെന്താ, എന്ത് പറ്റി? വീട്ടിലേ ഇരുന്നിട്ട് നിനക്കൊരു സമാധാനം ഇല്ല. ആര് പറഞ്ഞു? വീടിന്റെ ഓരോ സൈഡിൽ നീ നശിപ്പിച്ചോണ്ടിരിക്കല്ലേ. എനിക്ക് വയ്യ കേക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത് എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രിപ്പൊക്കെ പോയൊന്ന് സെറ്റ് ആവാം. പറഞ്ഞ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഞാനല്ലേ ആ ഭംഗിക്കുള്ളത് കേൾക്കുന്നത്.